ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരുപാട് നാളായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ എന്നെ മറന്നു കാണുന്നു. ഏകദേശം 2 ഇയേഴ്സിനടുത്തായി വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. പലപ്പോഴും വിചാരിക്കും അപ്ലോഡ് ചെയ്യണം, വീഡിയോസൊക്കെ എടുക്കാറുണ്ട്, പക്ഷെ എന്തോ അങ്ങ് സാധിക്കാറില്ല. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് ഇനി റെഗുലറായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു ന്യൂ ഇയറിൽ നമ്മളിവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറൊക്കെ നന്നായി സെലിബ്രേറ്റ് ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ന്യൂ ഇയർ ഈവനിങ് ഇവിടെ അടുത്ത് കോയമ്പത്തൂരിൽ കൊടീഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഞാൻ, ഏട്ടൻ, ധൻവന്ത്, വിച്ചു, ചേച്ചി. സാധാരണ ഹരിത ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഹരിതനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സാധാരണ ഹരിത ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വ്ളോഗ് എന്നല്ല, എന്ത് വീഡിയോ എടുക്കാനോ ഒരു ഇൻട്രസ്റ്റ് ഹരിത ഉണ്ടാകുമ്പോഴാട്ടോ. അപ്പോൾ ഹരിതനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൊടീശ്ശയിലേക്ക് വന്നതാണ്. ഇവിടെ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടീശ്ശി. ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ദിവസമായിരുന്നു. ഞങ്ങളിപ്പോൾ പോകുന്നത് ന്യൂ ഇയർ ഈവിനാന്ന് മാത്രം. ഇവിടെ ഒരുപാട് സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക്സ്, കാറ്, ഹോം ഡെക്കേഴ്സ്, നമുക്ക് ഫുഡ് ഐറ്റംസ്, ഡ്രസ്സസ്, ചപ്പൽസ്, ഫാൻസി ഐറ്റംസ്, ഈവൻ ജ്വല്ലറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായിട്ട് ഷോപ്പ് ചെയ്യാം. റീസണബിൾ, നമുക്ക് പ്രൈസ് വാല്യൂ ഒക്കെ അത്യാവശ്യമുണ്ട്. എന്നാലും നമുക്ക് കാണാത്ത കുറേ കളക്ഷൻസും കാണാം. പിന്നെ ഒരു രസമല്ലേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആർക്കും ഇഷ്ടമില്ലാത്തത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ചുമ്മാ എല്ലാ സ്റ്റോളൊക്കെ ഒന്ന് കയറി ഇറങ്ങി കണ്ടു. ഇപ്പം ധൻവന്തിന് കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയൊക്കെ വേണമെന്നാണ്, അവന് മാത്രം എന്തോ വാങ്ങിച്ചു. പിന്നെ ഇവിടെ പുറത്ത് ഒരുപാട് ഗെയിംസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ കളിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ന്യൂ ഇയർ ഈവനിങ് ആയതുകൊണ്ട് തന്നെ മ്യൂസിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ എല്ലാം കൊണ്ട് നന്നായിരുന്നു. അപ്പം ഞങ്ങൾ ചുമ്മാ എല്ലാ സ്റ്റോളൊക്കെ ഒന്ന് കയറി ഇറങ്ങി ധൻവന്തിന് കളിക്കണം, ഗെയിംസിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവനത് അതിൽ കളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഈവനിങ് ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നൈറ്റ് ഏകദേശം ഒരു 8 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എൻട്രി. അത് കഴിഞ്ഞ് പുറത്ത് വന്നു, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അവിടെയൊക്കെ കണ്ടു. ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ചേച്ചിയുടെ വീട്ടിൽ വന്നു, കുറച്ച് നേരം അവിടെ ഇരുന്നു. സ്കോട്ടും സോയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ന്യൂ ഇയർ ഈവ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം 2024 സ്റ്റാർട്ട് ചെയ്യില്ലേ, അപ്പോൾ നല്ലത് വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം കാലത്ത് തന്നെ, അതായത് ഇന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് ഞങ്ങൾ കാലത്ത് തന്നെ മാസാണിയമ്മൻ കോയിലിലേക്കാണ് പോയത്. മാസാണിയമ്മൻ കോയിൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി ആനമലയിലാണ് മാസാണിയമ്മൻ കോയിലുള്ളത്. ഭഗവതിയാണ്, വലിയൊരു ഭഗവതി. ഇങ്ങനെ നിലത്ത് കിടക്കുന്ന പോലെയാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഭയങ്കര ശക്തിയുള്ള ദേവിയാണ്. ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കും. ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്, ഡിവോട്ടീസ് ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്നതാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. എന്താ പറയുക, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നമുക്കത് ആക്ച്വലി ഇവിടെ ആ ഒരു സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടായിരുന്നു അത്രയും റഷ് തോന്നിയത്. എന്തൊക്കെയായാലും എല്ലാം നന്നായിരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, അപ്പോൾ നല്ലൊരു ദിവസം തുടങ്ങട്ടെ, നല്ലൊരു വർഷം തുടങ്ങട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പോൾ ന്യൂ ഇയറിന് ഇതൊക്കെയായിരുന്നു വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.